പോക്കോയുടെ പോക്കോ X8 Pro Max എന്ന പുതിയ സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 43,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ X8 Pro Max എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ പ്രോസസ്സറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 9500S എന്ന പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ മികച്ചൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. ഇപ്പോഴുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറായിട്ടുള്ള MediaTek Dimensity 9500 എന്ന പ്രോസസ്സറിൻ്റെ തൊട്ട് താഴെ വരുന്ന പ്രോസസ്സറാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ച പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഗെയിമിംഗ്, പെർഫോമൻസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓപ്ഷനാണ്. അതുമാത്രമല്ല ഇതിൽ LPDDR5Xൻ്റെ റാമും UFS 4.1 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. പിന്നെ 5G സപ്പോർട്ടൊക്കെ ഈ ഫോണിലുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 12 GB റാമും 256 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 12 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. പിന്നെ ഫോൺ പെട്ടെന്ന് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പോക്കോയുടെ 3D ഐസ് ലൂപ്പ് കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏരിയ വരുന്നത് 5800 mm² ആണ്. പിന്നെ ഈ ഒരു ഫോണിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. 9000 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു ചാർജിങ് സ്പീഡും വരുന്നുണ്ട്. Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.83 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2560 ഹെർട്സിൻ്റെ ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ 12-bit ഡിസ്പ്ലേ, ഡോൾബി വിഷൻ ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 3500 nits ആണ് വരുന്നത്. പിന്നെ 3840 ഹെർട്സിൻ്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 7യുടെ പ്രൊട്ടക്ഷനൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 220 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.2 mm ആണ്. പിന്നെ IP68, 69 അതുപോലെ തന്നെ 69K റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മികച്ച IP റേറ്റിംഗ് വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതിൽ CNC മെറ്റൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ ബ്ലാക്ക്, ബ്ലൂ, വൈറ്റ് എന്നീ കളർ വേരിയൻസ് ഒക്കെയാണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ NFC-യുടെ സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 16 ബേസായിട്ടുള്ള HyperOS സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. 4 കൊല്ലത്തെ OS അപ്ഡേറ്റും 6 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഇനി ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 MP മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് ലൈറ്റ് ഫ്യൂഷൻ 600 സെൻസറാണ്. OSൻ്റെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. പിന്നെ ഫ്രണ്ടിൽ 20 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ തിരക്കില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ എന്ന് പറയാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും ഇപ്പോൾ ക്യാമറയിൽ ടെലിഫോട്ടോ ലെൻസും പെരിസ്കോപ്പ് ലെൻസും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഫോൺ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പകരം വല്ല പെരിസ്കോപ്പ് ലെൻസോ അല്ലെങ്കിൽ ടെലിഫോട്ടോ ലെൻസൊക്കെ കൂടിയുള്ള ഫോണുകൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഇത് ക്യാമറ ഫോക്കസ്ഡ് ഫോണല്ല. പിന്നെ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 256 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 42,999 രൂപയാണ്. 512 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 46,999 രൂപയാണ്. SBIയുടെ അതുപോലെ തന്നെ HDFCയുടെ ICICI കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. മാർച്ച് 23 മുതലാണ് ഈ ഒരു ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രോസസ്സറുള്ള അതുപോലെ തന്നെ നല്ല ബാറ്ററി സെറ്റപ്പുള്ള അത്യാവശ്യം തിരക്കില്ലാത്ത ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സുള്ള ഒരു ഫോണാണ് ഇത്. പക്ഷേ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് ക്യാമറയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ ഉള്ള ഒരു ഫോൺ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഗെയിമിങ്, പെർഫോമൻസ്, ബാറ്ററി ഇതൊക്കെയാണ് ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. ക്യാമറ ഇതിൻ്റെ ഫോക്കസിലുള്ള കാര്യമല്ല. അപ്പം ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.